പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 തിരുവചനം പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈശോയുടെ കുരിശു മരണത്തിലും ഉത്ഥാനത്തിലും കൂടെയാണ് നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈശോ കുരിശിൽ മരിച്ചത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനു വേണ്ടിയാണ്. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ്റെ സുവിശേഷം 17:3 പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 3:3 യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ ഇത് പറഞ്ഞത് വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറും. ജോയൽ 2:28 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ തിന്മ നമ്മിൽ നിന്ന് വിട്ടുപോവുകയും ഹൃദയത്തിൽ വിശുദ്ധി വരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം നമ്മിൽ നടക്കുകയാണ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? എല്ലാവരും സത്യദൈവത്തെ അറിയണമെന്നും നിത്യരക്ഷ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 5:24 യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:38 യേശു പറയുന്നു, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. യോഹന്നാൻ 6:63 യേശു പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 14:1 യേശു പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. അപ്പോൾ യേശുവാണ് വഴി, യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. യോഹന്നാൻ 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. അപ്പോൾ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം ഈ ലോകത്തിൽ നയിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.